വൈയക്തിക കാമത്തിനു വേണ്ടി കുടുംബം, കൂട്ടായ്മ, സമൂഹം, രാഷ്ട്രം മുതലായവയെ മുഴുവൻ എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുകയും അതിന് പ്രവർത്തനനിരതമാവുകയും അത് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് പ്രാഥമികമായി പറഞ്ഞാൽ കാമത്തിൻ്റെ ആദ്യത്തെ ലോകം. ഏത് ക്യാപിറ്റലിസ്റ്റും ഏത് കമ്മ്യൂണിസ്റ്റുകാരനും അതിൻ്റെ ഇടയിൽ വരുന്ന മുഴുവൻ പേരെയും ചിന്തിച്ചാൽ അവൻ നിലകൊള്ളുന്ന സമൂഹത്തെ എല്ലാം മറന്ന് വ്യക്തി എന്ന നിലയിൽ ഞാൻ ചെയ്തതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റെയാണ് എന്ന് പറയാനുള്ളൊരു വെമ്പൽ കൊണ്ടും സ്വന്തമാക്കാനുള്ള ഒരു ത്വര കൊണ്ടും സ്വന്തം ലോകങ്ങളിലേക്ക് പോകാനുള്ളൊരു നിഷ്ഠ കൊണ്ടും വികസിക്കുന്നതായ അല്ലാതെ ഒരു വ്യക്തിയെപ്പോലും ഞാനും അങ്ങും ഉൾപ്പെടെ കണ്ടെത്തുവാൻ പ്രയാസമായിരിക്കുന്നു. ഈ കാമം നമ്മുടെ സെൻസോറിയത്തിലും ന്യൂറോണിയത്തിലും മോട്ടോറിയത്തിലും പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഐന്ദ്രിക മാറ്റങ്ങളും നമ്മളിലുണ്ടാകുന്ന ഉപാപചയ മാറ്റങ്ങളും നമ്മളിലുണ്ടാകുന്ന ഹോർമോണുകളുടെ മാറ്റങ്ങളുമെല്ലാം മഹാരോഗങ്ങൾക്ക് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ അന്യതാകാമത്തിൻ്റെ വഴിയിലായിരുന്നു, ആരോഗ്യവുമായി ചേർത്ത് വെച്ച്. നമുക്കതുവഴി തന്നെ പോകാം സ്വാമി. തീർച്ചയായും. ഇതിൽ നമ്മൾ തുടങ്ങിയത് കഴിഞ്ഞ ഇതിൽ അവസാനിപ്പിച്ച് ഇത്തവണ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒന്ന് കാമത്തിൻ്റെ ആവിർഭാവ ബിന്ദു എന്നോ എല്ലാ കാമങ്ങളുടെയും പിന്നിൽ ഒരു വ്യക്തിയുടെ ആവശ്യം, ആഗ്രഹം, അത്യാഗ്രഹം ഇവ കൊണ്ട് അങ്കിതമായ വിഷയഭോഗങ്ങളും പ്രശസ്തിയും സ്ത്രീയും ഒരുമിച്ച് നിൽപ്പുണ്ട്. മുൻകാലങ്ങളിൽ ഒരുവൻ അവൻ്റെ കരുത്തുകൊണ്ട് തൻ്റെ പിന്നാലെ വരുന്ന, നിരസിച്ചാലും പിന്നാലെ വരുന്ന വിഷയമെടുത്തുപയോഗിച്ച് അവൻ്റെ പ്രതിഭയെ, അവൻ്റെ ബോധത്തെ, അവൻ്റെ ഇന്ദ്രിയങ്ങളെ, അവൻ്റെ മനസ്സിനെ ഉയരെ നിർത്തി വിഷയം ആസ്വദിക്കുകയായിരുന്നു. മതയുടെ മനസ്സിലായോ എന്നറിയില്ല. എനിക്ക് ഈ വിഷയം ആവശ്യമില്ല എന്ന് തീർത്തും ബോധ്യപ്പെട്ടിട്ട് എൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ആ വിഷയത്തെ ആസ്വദിച്ച് ചാരുവാക്കണമെന്ന് ആ വിഷയം ആഗ്രഹിച്ച് പുറകെ വരുന്നത് പോലെ ആകുമ്പോൾ മാത്രം അതിൻ്റെ രുചി ഏത് എന്ന് തൻ്റെ ഇന്ദ്രിയം അറിഞ്ഞ് അതിനോട് നന്ദിപൂർവം, കൃതജ്ഞതാപൂർവം വിട്ടുകളഞ്ഞു പോവുക. അതിലൊരു ആസ്വാദ്യതയുണ്ടായിരുന്നു. തീർച്ചയായും സ്വാമിജി. ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെയോ പുരുഷൻ ഒരു സ്ത്രീയുടെയോ പിന്നാലെ സഞ്ചരിക്കുമ്പോൾ അതിനെ ആസ്വദിക്കാവുന്നൊരു തലത്തിൽ വെച്ച് തൻ്റെ മനസ്സിൻ്റെ ഏറ്റവും ഉന്നത ഭാവങ്ങളിൽ ആസ്വദിച്ച് അതിനോട് ചെയ്യേണ്ട നീതികൾ മുഴുവൻ ചെയ്ത് മര്യാദാമസൃണമായി ആ ബന്ധം തീർക്കുക എന്നൊന്നുണ്ടായിരുന്നു. മനസ്സിലായി സ്വാമിജി. ഒരു പ്രശസ്തി തൻ്റെ പിന്നാലെ വരുമ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ച് ലളിതമാകാവുന്നിടത്തോളം ലളിതമായി അതിൻ്റെ ഏറ്റവും താഴേക്കെത്തുമ്പോൾ ഇയാളിൽ ആണ് ഞാൻ ചാരുവാകുന്നത്, പ്രശസ്തിക്ക് പ്രശസ്തി ഉണ്ടാകുന്നത് ഇയാളുടെ പ്രശസ്തിയിലാണെന്ന് അറിഞ്ഞ് പ്രശസ്തി വരുമ്പോൾ മാത്രം സ്വീകരിച്ചു. ഇതൊരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്താണല്ലേ സ്വാമിജി ഈ സ്വാമിജി പറയുന്നൊരു ആനന്ദം ഉണ്ടാകുന്നു. ഇതിന് പകരം പ്രശസ്തിക്ക് യോഗ്യതയില്ലാത്ത ഞാൻ നിർമ്മലാനന്ദൻ പ്രശസ്തിക്ക് വേണ്ടി നട്ടോടുകൂടുക, പിടിച്ചു വലിക്കാവുന്നതൊക്കെ പിടിച്ചു വലിക്കുക.
അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ടി ഒരു എവൻ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുക. എനിക്ക് പ്രശസ്തി തരുന്നതിന് വേണ്ടി അത്തരം എവൻ്റ് മാനേജേഴ്സ് ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് സിനിമാ അവാർഡുകളിൽ പോലും ഉണ്ടെന്നാണ് ഇന്ന് രാവിലെ പത്രം നിങ്ങൾ വായിച്ചാൽ തോന്നുക. മലയാളികളായ ജൂറികളില്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഏതോ ഒരു നടന് ദേശീയ അവാർഡ് കിട്ടിയതെന്ന് പത്രങ്ങളിൽ പലതിലും വായിച്ചതായ ഒരു ഓർമ്മ. മനസ്സിലായി സ്വാമിജി. ശരിയല്ല? ശരിയാണ്. അപ്പോൾ ഇയാൾക്ക് കൊടുക്കാതിരിക്കുവാനും വേറെ ആർക്കോ കൊടുക്കുവാനുമുള്ള ഒരു എവൻ്റ് മാനേജ്മെൻറ്റ് മലയാള ജൂറികളിൽ വളരെ പണ്ട് മുതലേ ആസൂത്രിതമായി ഉണ്ട് എന്നാണ് സൂചന. തീർച്ചയായും റൈറ്റ്. തീർച്ചയായും ഇതെല്ലാ രംഗത്തും ഉണ്ടാകും. സാഹിത്യം, കല, ആധ്യാത്മികം എല്ലാ രംഗത്തും ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. അപ്പോൾ ശരിയായിരിക്കും അതൊന്ന് വിചാരിക്കാം. 100% ശരിയാണ്. അങ്ങനെ ശരിയാണെങ്കിൽ വ്യക്തിയുടെ കാമം അവനെ ചുറ്റിപ്പറ്റി ആദ്യം നിൽക്കുന്നു. എൻ്റെ പ്രശസ്തിക്ക് ഇപ്പോഴുള്ള എൻ്റെ ഭാര്യ വിലങ്ങുതടിയാണെങ്കിൽ സംശയമില്ലാതെ അവളെ വലിച്ചെറിഞ്ഞിട്ട് പ്രശസ്തിക്ക് വേണ്ടി ഓടാൻ ഞാൻ ബാധ്യസ്ഥനാവും. എനിക്കാവശ്യമായ പണം സ്ത്രീയോ പുരുഷനോ ആയ എനിക്ക് ലഭിക്കുവാൻ എൻ്റെ ഇന്നത്തെ കുടുംബജീവിതവും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും അതിന് അനുഗുണമല്ലെന്ന് വന്നാൽ അവരെ വലിച്ചെറിഞ്ഞ് ആ പണത്തിന് പിന്നാലെ ഞാൻ ഓടും. ഇപ്പം പ്രശസ്തി, പണം, എൻ്റെ കാമം സർജീകരിച്ച് കോശാന്തരങ്ങളിൽ വ്യാപിച്ചു നിൽക്കുമ്പോൾ താൽക്കാലികമായ ഓരോ കാമത്തിനും വേണ്ടി അതിനു മുമ്പ് ഞാൻ വലുതെന്ന് പറഞ്ഞ് എൻ്റെ കാമത്തിനായി കൂട്ടിക്കൊണ്ടുവന്നതിനെ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ലോകം മുഴുവൻ ഓരോരുത്തൻ്റെയും കാമത്തിൻ്റെ വേസ്റ്റുകൾ കൊണ്ട് നിറയും. ഈ ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ് ഗാർഹിക മാലിന്യങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ വ്യാവസായിക മാലിന്യങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ബൗദ്ധിക മാലിന്യങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ബുദ്ധിയിൽ വികലമായി ചർച്ച ചെയ്ത് ആധുനിക പഠിതാക്കളായ ബുദ്ധിജീവികൾ ഈ നാട്ടിലർപ്പിക്കുന്ന വേസ്റ്റുകളുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ, സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ, ഊർജ്ജതന്ത്രത്തിൻ്റെ, രസതന്ത്രത്തിൻ്റെ, നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങൾ പുറത്തേക്ക് വിടുന്ന വേസ്റ്റ് ചില്ലറയൊന്നുമല്ല. ഒരു ഉപയോഗവും ഇല്ലാത്തതും ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നതുമായ അറിവിൻ്റെ വേസ്റ്റുകളാണ് നമ്മുടെ ഗവേഷണ കേന്ദ്രങ്ങളായ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഓരോ തവണയും കെട്ടി പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യാനുള്ള യൂണിറ്റുകൾ ഉണ്ടാക്കാനും ഇത് ഡംപ് ചെയ്യാനുള്ള ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടാക്കാനും ഈ വേസ്റ്റുകൾ റീസൈക്കിൾ ചെയ്യുന്നതിനുള്ള മറ്റു പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കാനും ഈ വേസ്റ്റെല്ലാം ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഇടമുണ്ടാക്കുവാനും വേണ്ടി കോടികളാണ് പ്രോജക്റ്റായി ഓരോ സ്ഥാപനവും ലോകത്തെമ്പാടും നിന്ന് സമാഹരിച്ചുപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യാവസായിക മാലിന്യം, ഗാർഹിക മാലിന്യം, then ബൗദ്ധിക മാലിന്യം, then ഇലക്ട്രോണിക്, ഒട്ടേറെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കാര്യങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെട്ട് മാലിന്യമുണ്ടാക്കി മാലിന്യത്തിൻ്റെ ഒരു കൂമ്പാരത്തിലാണ് നിൽക്കുന്നത്. മാലിന്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ബൗദ്ധികേതരമായ പ്രചാരണ ആശയ മാലിന്യങ്ങളുണ്ട്. ഒരാളുടെയും കുടുംബത്തിന് സ്വസ്ഥത നൽകാത്തതും ഒരു ജീവിതത്തെയും സംയോജിപ്പിക്കാത്തതുമായ ആക്ടിവിസ്റ്റുകളുടെ തലച്ചോറിൽ നിന്ന് പുറത്തു വരുന്ന മാലിന്യങ്ങൾ മുഴുവൻ മാധ്യമങ്ങൾ പടച്ചുവിട്ട് ഈ മാലിന്യം മുഴുവൻ ഇവിടുത്തെ വളർന്നു വരുന്ന തലമുറയുടെ തലയോട്ടിനുള്ളിൽ സൂക്ഷിക്കേണ്ടി വരികയാണ്.
മാലിന്യം സൂക്ഷിക്കുവാൻ കുപ്പത്തൊട്ടികൾ പോയിട്ട് നമ്മളിന്ന് തലയോട്ടികൾ ഉപയോഗിക്കുകയാണ്. പണ്ട് കുട്ടിക്കാലത്ത് പറയുമായിരുന്നു, നിൻ്റെ തല സായിപ്പിന് മൂത്രം ഒഴിക്കാനാണ്, അതിനുള്ള പാത്രമാക്കാനേ കൊള്ളുള്ളൂ, ചെളി വെക്കാനേ കൊള്ളുള്ളൂ എന്നൊക്കെ കളിയാക്കി പറയുമായിരുന്നു. ബൗദ്ധിക കേന്ദ്രങ്ങളെന്നറിയപ്പെടുന്ന ആക്ടിവിസ്റ്റുകളുടെ മനോമാലിന്യങ്ങളെ സൂക്ഷിക്കുവാനുള്ള ഇടങ്ങളായി നമ്മുടെ തലയോടുകളെ രൂപാന്തരപ്പെടുത്തി എടുത്തിരിക്കുന്നു സമീപകാലത്തെ വിദ്യാഭ്യാസത്തിലൂടെ എന്നുള്ളത് തീർച്ചയാണ്. ഇത്തരം മാലിന്യങ്ങളെല്ലാം നിറഞ്ഞ ഒരു വ്യക്തി ഈ മാലിന്യങ്ങളെല്ലാം ഇരിക്കെ അവൻ്റെ കാമനകളാകുന്ന മാലിന്യത്തിന് വേണ്ടി, കാമത്തിനു വേണ്ടി, വൈയക്തിക കാമത്തിനു വേണ്ടി കുടുംബം, കൂട്ടായ്മ, സമൂഹം, രാഷ്ട്രം മുതലായവയെ മുഴുവൻ എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുകയും അതിന് പ്രവർത്തനനിരതമാവുകയും അത് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് പ്രാഥമികമായി പറഞ്ഞാൽ കാമത്തിൻ്റെ ആദ്യത്തെ ലോകം. ഇതവനും അവൻ ജീവിക്കുന്ന ചുറ്റുപാടിനും ഉണ്ടാക്കുന്ന രോഗങ്ങൾ ചില്ലറയൊന്നുമല്ല. ഇതിലേക്ക് പണത്തിൻ്റെ തലത്തിൽ വരുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ 100,000 സിദ്ധാന്തങ്ങളുണ്ട്. ക്യാപിറ്റലിസം മുതൽ കമ്മ്യൂണിസം വരെ. ഇവയൊക്കെ ഈ വ്യക്തിയിൽ എത്തിച്ചേരുമ്പോൾ ഇതിൻ്റെ സാമൂഹിക തഥ്യങ്ങൾ മുഴുവൻ നഷ്ടമാവുകയും വൈയക്തിക കാമത്തിൽ ഇത് രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഇതിവൃത്തം വേറൊന്നായി തീരുകയും ചെയ്യുന്നു. ഏത് ക്യാപിറ്റലിസ്റ്റും ഏത് കമ്മ്യൂണിസ്റ്റുകാരനും അതിൻ്റെ ഇടയിൽ വരുന്ന മുഴുവൻ പേരെയും ചിന്തിച്ചാൽ അവൻ നിലകൊള്ളുന്ന സമൂഹത്തെ എല്ലാം മറന്ന് വ്യക്തി എന്ന നിലയിൽ ഞാൻ ചെയ്തതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റെയാണ് എന്ന് പറയാനുള്ളൊരു വെമ്പൽ കൊണ്ടും സ്വന്തമാക്കാനുള്ള ഒരു ത്വര കൊണ്ടും സ്വന്തം ലോകങ്ങളിലേക്ക് പോകാനുള്ളൊരു നിഷ്ഠ കൊണ്ടും വികസിക്കുന്നതായ അല്ലാതെ ഒരു വ്യക്തിയെപ്പോലും ഞാനും അങ്ങും ഉൾപ്പെടെ കണ്ടെത്തുവാൻ പ്രയാസമായിരിക്കുന്നു. ഇവിടെയാണ് ആരെയും മാറ്റി നിർത്താതെ സമാജത്തിൽ പറയുന്ന നമ്മളെ കൂടെ ചേർത്ത് വെച്ച് ലോകത്തെ മൊത്തമായി നോക്കിക്കണ്ടാൽ ഈ ഒരു കാമം എത്ര രോഗമുണ്ടാക്കും നമുക്കും ചുറ്റുപാടിനും. ഒരാൾ പോലും ചിന്തിച്ചിട്ടില്ല. ഈ കാമം സർജനം ചെയ്യപ്പെടുമ്പോഴെല്ലാം കോശം ശാപഗ്രസ്തമാവുകയാണ് ചെയ്യുന്നത്. ഈ കാമം നമ്മുടെ സെൻസോറിയത്തിലും ന്യൂറോണിയത്തിലും മോട്ടോറിയത്തിലും പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മിലുണ്ടാകുന്ന ഐന്ദ്രിക മാറ്റങ്ങളും നമ്മളിലുണ്ടാകുന്ന ഉപാപചയ മാറ്റങ്ങളും നമ്മളിലുണ്ടാകുന്ന ഹോർമോണുകളുടെ മാറ്റങ്ങളുമെല്ലാം മഹാരോഗങ്ങൾക്ക് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തികാമം മാത്രമാണ് നമ്മളിപ്പോൾ എടുത്തത്. എനിക്ക് എൻ്റെ കുട്ടികളോടും കുടുംബത്തോടും കാമമുണ്ടായാൽ അതിൽ തന്നെ ഒരു കുട്ടിയോട് പ്രത്യേകതയുണ്ടായാൽ, ഭാര്യയോടോ ഭാര്യയുടെ അനിയത്തിയോടോ ഭാര്യയുടെ അമ്മാവനോടോ ഭാര്യയുടെ അച്ഛനോടോ എനിക്ക് പ്രത്യേകതകളുള്ള ഒരു കാമമുണ്ടായാൽ ബാക്കി എല്ലാവരെയും നശിപ്പിച്ചും ബാക്കിയുള്ളവരെ മുഴുവൻ ദുഃഖിപ്പിച്ചും അവരുടെ സന്തോഷത്തിനായി ഞാൻ ക്ലേശിക്കുകയും പണിയെടുക്കുകയും ഓടുകയും ചെയ്യുമ്പോൾ ആ അന്യഥാകാമം എനിക്കും ചുറ്റുപാടുകൾക്കും ഉണ്ടാക്കുന്ന രോഗസംഖ്യകളുടെയും പ്രശ്നങ്ങളുടെയും അന്തരാളം എത്രയാണ്. അതിനായി ഞാൻ പറയുന്ന കള്ളങ്ങൾ എത്രയാണ്, ഞാൻ മാറ്റിപ്പറയുന്നത് എത്രയാണ്, ഞാൻ എഴുതുന്നത് എത്രയാണ്, ഞാൻ ഗൂഢാലോചന നടത്തുന്നത് എത്രയാണ്. ഇത് മുഴുവൻ നടക്കുന്നത് എൻ്റെ ബ്രെയിനിനുള്ളിലും എൻ്റെ ശരീരത്തിനുള്ളിലും എൻ്റെ കോശകോശാന്തരങ്ങൾ പങ്കുവഹിച്ചുമാണെങ്കിൽ ഇത് മുഴുവൻ എന്നെ വെറുതെയാക്കുമോ?
ലോകത്തിലൊരു മനുഷ്യൻ സ്വച്ഛന്തമിരുന്ന് അവൻ്റെ കാമത്തിന് നടത്തിയിട്ടുള്ള പദ്ധതികൾ, അവനോട് ചേർന്ന കുടുംബാംഗങ്ങളുടെ കാമത്തിനു വേണ്ടി അവൻ നടത്തിയിട്ടുള്ള പദ്ധതികൾ, അതിലെ അവന് ചേർച്ചയുള്ള വ്യക്തികളോട് പ്രത്യേകമായി നടത്തിയിട്ടുള്ള പദ്ധതികൾ, അതിനായിക്കൊണ്ട് അവൻ ക്ലേശിച്ച ക്ലേശങ്ങൾ, അതിനായിക്കൊണ്ട് അവൻ പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾ, അതിനായിക്കൊണ്ട് അവൻ രൂപപ്പെടുത്തിയിട്ടുള്ള ദുർമാർഗങ്ങൾ, ഇവയെല്ലാം കർമ്മപദ്ധതികളും വാക്കുകളും ഇതെല്ലാം മനസ്സ് പങ്കെടുത്തിട്ടുള്ളവയും ആയിരിക്കുമ്പോൾ, മനസ്സും വാക്കും ശരീരവും പങ്കെടുത്ത ഇതിൻ്റെ ലോകങ്ങളിൽ മത്സരിച്ച് വീണ്ടും വീണ്ടും വെട്ടിപ്പിടിക്കാൻ ഇവൻ നീങ്ങുമ്പോൾ, ഇവൻ വെട്ടിപ്പിടിച്ചു കൊണ്ടിരുന്നത് എല്ലാം തെറ്റായതായിരിക്കുന്നിടത്തോളം അതിൻ്റെ ഘടനാ വൈചിത്ര്യം, ആ ദ്രവ്യങ്ങളുടെ ഘടന താറുമാറായതുകൊണ്ട് അവ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഇവൻ്റെ മകൻ, ഇവൻ്റെ മകൾ, ഇവൻ്റെ ബന്ധു, ഇവൻ നേടിക്കൊടുക്കുന്നത് ആർക്കു വേണ്ടിയാണോ അവൻ താൽക്കാലിക കാമത്തിന് അവനോടൊപ്പം ശയിച്ച ഒരു സ്ത്രീക്ക് വേണ്ടി, അതിൻ്റെ കുട്ടിക്ക് വേണ്ടി, അതിൻ്റെ ഭർത്താവിന് വേണ്ടി അവൻ ചെയ്തു കൊടുത്ത നീതി മുഴുവൻ താറുമാറാക്കിക്കൊണ്ട് അവൻ ചെയ്തെടുത്ത ദ്രവ്യങ്ങളിൽ, ആ ദ്രവ്യത്തിൻ്റെ ചേർച്ചയ്ക്കുള്ളിലെ ഇലക്ട്രോണുകളിൽ, അതിൻ്റെ ന്യൂട്രോണുകളിൽ, അതിൻ്റെ പ്രോട്ടോണുകളിൽ, അതിൻ്റെ പോസിട്രോണുകളിൽ വരുന്നതായ പരിണാമങ്ങളും അതിൻ്റെ സ്പന്ദനങ്ങളും, ഒരു ചലനമാണെങ്കിൽ അതുളവാക്കുന്ന കാലവും അതുളവാക്കുന്ന ഋതുക്കളും അതുളവാക്കുന്ന സങ്കേതങ്ങളും അതിരിക്കുന്ന സ്ഥലങ്ങളിലുണ്ടാക്കുന്ന രോഗങ്ങളുടെ വലിപ്പം എത്രയാണെന്ന് ഈ മൂഢൻ അറിയാത്തത് കൊണ്ട് മാത്രമല്ലേ ഇത് ചെയ്യുന്നത്. ഇത് പരിഹരിക്കുവാൻ ഈ മൂഢന് വിദ്യാഭ്യാസം വരികയല്ലാതെ മറ്റെന്താണ് മാർഗം? ആരുടെയെങ്കിലും ആരവം കേട്ട്, പിന്നിലുള്ള ജനതയുടെ പ്രശംസ കേട്ട്, തനിക്കറിവുണ്ടെന്നുള്ള അഹങ്കാരം കൊണ്ട്, തൻ്റെ പണത്തിൻ്റെ പ്രൗഢി കൊണ്ട് എടുത്തു പ്രയോഗിച്ച് നീങ്ങുമ്പോഴെല്ലാം നശിക്കുന്ന ഈ കോശാന്തരങ്ങൾ എത്രയെത്ര ജന്മാന്തരങ്ങളിൽ ഇവനെയും ഇവൻ്റെ പരമ്പരകളെയും ദുഃഖിച്ച് മുന്നോട്ട് പോകും. ആ ദുഃഖിപ്പിക്കലിൽ നിന്ന് ഇവൻ എങ്ങനെ മോചനം നേടും? ഒരു വഴിയില്ലല്ലേ സ്വാമിജി? ആലോചിച്ച് നോക്കുക. സ്വാമിജി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു നിലകിട്ടായ്മ അല്ലത് സത്യമാണ് സ്വാമിജി. വ്യക്തിയുടെ കാമം വ്യക്തിയിൽ നിന്ന് കുടുംബത്തിലേക്ക് വികസിച്ചതേ നമ്മൾ പറഞ്ഞുള്ളൂ. ഈ കുടുംബം ഗ്രാമത്തിലേക്കോ സമുദായത്തിലേക്കോ ജാതിയിലേക്കോ മതത്തിലേക്കോ, ലോകമെമ്പാടും എല്ലാ മനുഷ്യരും തുല്യരാണെന്നൊക്കെ എല്ലാവരും വായ്ത്താരി വിടുമെങ്കിലും അവനവൻ്റെ ജാതിയോട്, അവനവൻ്റെ മതത്തോട്, അവനവൻ്റെ വർഗത്തോട്, അവനവൻ്റെ വർണ്ണത്തോടൊക്കെ ഉള്ളതായ മമതയൊക്കെ വളരെ സങ്കീർണമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ എന്തെല്ലാം മാറ്റം വരും. എൻ്റെ ജാതിയിലല്ലാത്ത ഒന്നൊരു മത്സര പരീക്ഷയിൽ ജയിച്ചുവെന്ന് കേൾക്കുമ്പോൾ, എൻ്റെ ജാതിയിൽപ്പെട്ട ഒന്നിന് 1ാം സ്ഥാനം കിട്ടിയെന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഭാവമാറ്റങ്ങളെല്ലാം കോശങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കുമോ? തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നല്ലേ സ്വാമി? ഏതെങ്കിലും മതമോ ഏതെങ്കിലും ജാതിയോ ഏതെങ്കിലും വ്യക്തിയോ പീഡനം അനുഭവിക്കുമ്പോൾ കോശം അനുഭവിക്കുന്ന പീഡനം കൊണ്ട് അതിലുണ്ടാകുന്ന ഒരു ആന്തോളനം, അതിശാപമാകുന്ന ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഇവനീ ശാപമുണ്ടാക്കിയവൻ്റെ ആഹാരമായോ ജീവിതമായോ രൂപാന്തരപ്പെടുന്ന ഒരു നാളെ ഉണ്ടാവില്ലേ? അത് അവനെ ഹനിക്കില്ലേ? തീർച്ചയായും ഹനിക്കും സ്വാമിജി. അതിനെ എതിർക്കാൻ പോകേണ്ടതുണ്ടോ? പ്രകൃതി അവന് കൊടുക്കില്ലേ ഭംഗിയായി? അവൻ്റെ പ്രകൃതിക്ക് നന്മയും തിന്മയും കിടക്കുമ്പോൾ അവൻ്റെ പ്രകൃതിയിലും എൻ്റെ പ്രകൃതിയിലും ചേർത്ത് വച്ചിരിക്കുന്ന നന്മയും തിന്മയും അവൻ എന്നോട് ചെയ്ത തിന്മയ്ക്ക് അവൻ്റെ പ്രകൃതി തന്നെ അവനെതിരായി തീർന്ന് അതിന് പരിഹരിക്കുവാൻ അവനെ പീഡിപ്പിക്കുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്നിരിക്കെ ഞാനെന്തിനി പീഡിപ്പിക്കാൻ പോണം? ശരിയാണ് സ്വാമിജി. ഒരു എന്താ പറയുക, ഒരു സമാധാനത്തിൻ്റെ ഒരു ഇപ്പോൾ സമാനായി ഒരു വഴിയാണ് സ്വാമിജി അത്. ഇതാണ് ഇതിൻ്റെ പരിഹാരം. അതുകൊണ്ട് സാമൂഹിക ആരോഗ്യം, വൈയക്തിക ആരോഗ്യം, മാനസിക ആരോഗ്യം,
തുടങ്ങിയ ആരോഗ്യ മേഖലകളെ മുഴുവൻ ചേർത്ത് വച്ചിട്ട് അന്യഥാകാമത്തെ അതിൻ്റെ സാർവലൗകികമായ നിലയിൽ പരിശോധിച്ച് നോക്കിയാൽ വ്യക്തികാമം, വ്യക്തിയുടെ കാമത്തിലും അത്യാർത്തിയിലുമാണ് രാഷ്ട്രങ്ങൾ രൂപാന്തരപ്പെട്ട് നിൽക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ അടിത്തറ ഭരണഘടനയല്ല, രാഷ്ട്രത്തിൻ്റെ അടിത്തറ സദാചാരമല്ല. ഒരു രാഷ്ട്രത്തിൻ്റെയും, ഒരു കുടുംബത്തിൻ്റെയും ഒരു രാഷ്ട്രത്തിൻ്റെയും അടിത്തറ ഇന്ന് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെയും ആധുനിക പദ്ധതികളുടെയും പരിഷ്കാരങ്ങളുടെയും ശാസ്ത്ര പുരോഗതിയുടെയും ദൃഷ്ടിയിൽ പച്ചയായ ആർത്തിയാണ്, ആക്രാന്തമാണ്, ഗ്രീഡാണ്.